ഭഗവാനെ, ഇന്ന് ഓണമായിട്ട് നല്ലൊരു ദിവസമായിരിക്കണേ. മനു, ഇന്ന് ഓണമായിട്ടെങ്കിലും നിനക്കൊന്ന് നേരത്തെ എണീറ്റൂടെ? നിനക്ക് വേറെ പണിയൊന്നുമില്ല വെളുപ്പം കാലത്ത്. ഇതെങ്കിലും നിനക്ക് വന്ന് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? എടാ, ഈ നാട്ടിൽ പോലും ആൾക്കാർ ഇങ്ങനെ ഓണം ആഘോഷിക്കാറില്ല, പിന്നെ അമേരിക്കയിൽ നാട്ടിൽ നമ്മളെ മാജിക് ജാക്ക് മേടിച്ചു കൊടുത്തതിന് എന്നെ കുറ്റം. ആ അമ്മ, എന്താ രാവിലെ രാവിലെ? ആ പിന്നെ മാവേലി ഇങ്ങോട്ട് വരുമല്ലേ? ആ വിശ്വാസം ഇവിടെ രാവിലെ ഒരു ഭ്രാന്തനെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് മനുഷ്യനെ ശല്യപ്പെടുത്താനായി. ആ പിന്നെ അവിടെ മാമന്മാരെല്ലാരും രാവിലെ സ്മോൾ റെഡി തുടങ്ങി കാണുമല്ലോ. ഓ പിന്നെയും തുടങ്ങിയമ്മ, പിന്നെ സംസാരിക്കാം. എന്തിനാടാ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ പിന്നെ വീണ്ടും എന്നാ അമ്മ വീണ്ടും? അതൊക്കെ യൂട്യൂബിൽ വരാം, അപ്പൊ കണ്ടോളാം. പിന്നെ വിളിക്കും. എടാ മനു, ആരാ വന്നോന്ന് നോക്കിയടാ. ആരാ? നീ എന്താണ് അവിടെ അന്തം വിട്ട് നിൽക്കുന്നത്? ആരാ വന്നത് അവിടെ? ആ വാസുവേട്ടനായിരുന്നു. ആ സുനിലെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം വാസുവേട്ടാ. എന്താ കാലത്തെ? ഞാൻ ഈ ജയസീർ വന്നിരുന്നു, അപ്പൊ എനിക്ക് ഇല തന്നോട്ട് പോവാന്ന് വിചാരിച്ചു. ഓ താങ്ക് യു വാസുവേട്ടാ. കയറി വരും.
ചായ എടുക്കാം. ആ ശരി. ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. ഓ, അവനെന്നും ടി വി ഉണ്ട് അവിടെ തന്നെ ഉറങ്ങുന്നത്. മനു, നീ നമ്മെ ആദ്യമായിട്ടാണോ കാണുന്നത്? ഇവിടെ വന്നിരിക്കൂ. ബസോട്ടാ, വീട്ടിലെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെയായി. ആ, ഒരുവിധൊക്കെ ആയി. മൂലുകൂട്ടാൻ വെക്കാൻ വേണ്ടി തൈര് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അയ്യോടാ, നമ്മുടെ വീട്ടിൽ തൈരില്ലല്ലോ. വാസോട്ടൻ ഇരിക്കേ. മനു, ആ ചായ ഒന്ന് എടുത്ത് വാസോട്ടിന് കൊടുക്കണം. വാസോട്ടാ, ചേട്ടൻ ഇരിക്കും, ഞാൻ പെട്ടെന്ന് പോയി തൈര് വാങ്ങിട്ട് വരാം. നീ എന്താണ് മനു ഇപ്പോഴും അവിടെ കുന്തം പോലെ നിൽക്കുന്നത്? സത്യം പറ, നിങ്ങൾ ആരാ? നമ്മെ മനസ്സിലായില്ലേ? നാം മഹാബലിയാണ്. സത്യമായിട്ടും നിങ്ങൾ മാവേലിയാണോ? നാം സത്യമാ പറയുന്നത്. നാം സത്യമേ പറയും. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? നാം മനുവിനെ കാണാനായി വന്നതാണ്. ഈ ലോകത്ത് എത്ര പേരുണ്ട്? എന്നെ മാത്രം എന്താ കാണാൻ വന്നേ? നാം മനുവിന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം വന്നതാണ്. എനിക്കിതൊന്നും വിശ്വാസമാവുന്നില്ല. എല്ലാരും പറയുന്ന പോലെ നിങ്ങൾ ശരിക്കും പാതാളത്തിൽ നിന്നാണോ വന്നത്? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ല. പണ്ടൊരു കാലമുണ്ടായി, കള്ളവും ചതിയും ഒന്നും ഇല്ലാത്ത കാലം. അന്ന് പ്രജകൾക്ക് വളരെ സന്തോഷവും സമാധാനവുമായി. മനു കേട്ടിട്ടില്ലേ? ഇന്നെവിടെ സന്തോഷവും സമാധാനവും. ഇന്നെല്ലാവർക്കും തിരക്കല്ല. മനുവിൻ്റെ അമ്മയെപ്പോലെ നന്മ മനസ്സിലുള്ള കുറച്ചു പേർക്ക് മാത്രമേ ഇന്ന് ഓണം. അതൊക്കെ പോട്ടെ, മനുവിൻ്റെ കൂട്ടുകാരൻ്റെ ഒരുക്കങ്ങളെ പ്രതിപരിയാണ്. നമുക്കൊന്ന് നോക്കാം. ചേട്ടൻ എന്നെ കാണുമ്പോൾ ഇവിടെ എത്തിയോ? നീ എന്താടീ പറയുന്നത്? ഞാൻ സാധനം മേടിക്കാൻ വന്നതല്ലേ. അതെങ്ങനെ? ചേട്ടനല്ലേ ഇപ്പൊ വീട്ടിലുണ്ടായിരുന്നു? വീട്ടിലോ? നീ എന്താ പറയുന്നത്? ഞാൻ അവിടെ ഓണായിട്ട് സാധനം മേടിക്കാൻ വന്നതല്ലേ. അപ്പൊ പിന്നെ വീട്ടിലുള്ളതാരാ? വീട്ടിലോ? വീട്ടിലെന്താ പറ്റിയേ? ബസോട്ടാ, നിങ്ങളല്ലേ ഇലയും കൊണ്ട് രാവിലെ വീട്ടിൽ വന്നത്? ഇലയോ? ഇപ്പോൾ ഇലയല്ല വണ്ടിയിലിരിക്കണേ. ഇപ്പൊ കൊണ്ടുപോകും. ബസോട്ടാ, ചേട്ടനെ ഞാൻ പിന്നെ വിളിക്കാം. ഞാനൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. ചേടാ, ഈ ചക്ക ഇത് എന്ത് പറ്റി? ചേടാ, ഇവൻ ഫോൺ എടുക്കാത്തതെന്താ?
മനു, എടാ മനു, എവിടെയാ നീ? മനു, വാസുവേട്ടൻ ഇവിടെ ആരാ ഉണ്ടായിരുന്നേ? നിനക്ക് എന്താ പറ്റിയ? അതൊക്കെ ഞാൻ വഴിയെ പറയാം. നിനക്ക് ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. എടാ പക്ഷെ അതെങ്ങനെ? ഇതൊക്കെ ആരുണ്ടാക്കിയത്? അതൊക്കെ പറഞ്ഞാൽ നീ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നമുക്ക് കിട്ടിയൊരു ഓണ സമ്മാനമാണ്. മനസ്സിൽ നന്മ എവിടെ ഉണ്ടോ അവിടെ ഓണമുണ്ട്.